മക്കളെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS +2 സോഷ്യോളജിയുടെ 16ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, സാമൂഹിക ശ്രേണികൾ, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. വളരെയധികം കൺഫ്യൂഷൻസ് ഒക്കെ നിറഞ്ഞൊരു ചാപ്റ്ററാണ്, നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നോക്കാം എന്താണ് പ്രസ്റ്റീജ് അല്ലെങ്കിൽ എന്താണ് അഭിമാനം. അഭിമാനം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് നമ്മുടെ സമൂഹം ആ വ്യക്തിക്ക് നൽകുന്ന അംഗീകാരത്തെയും ബഹുമാനത്തെയും നമ്മൾ എന്തെന്ന് പറയും? അഭിമാനം എന്ന് പറയുന്നു. മനസ്സിലായോ? ഇപ്പോൾ സമൂഹം ഒരു വ്യക്തിക്ക് നൽകുന്ന ബഹുമാനത്തെയും അംഗീകാരത്തെയും നമ്മൾ അഭിമാനം എന്ന് പറയുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് നമ്മുടെ സമൂഹം കൊടുക്കുന്ന ഒരു പ്രസ്റ്റീജ്, മമ്മൂട്ടിയുടെ പ്രസ്റ്റീജ് പോലെയാണോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടീച്ചർക്ക് സമൂഹം കൊടുക്കുന്നത്? അല്ല, എൻ്റെ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രസ്റ്റീജ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് കാസ്റ്റ് പഞ്ചായത്ത്, അതായത് ജാതി പഞ്ചായത്ത്. ജാതി പഞ്ചായത്ത് എന്താണെന്ന് വെച്ചാൽ ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ തമ്മിൽ നമ്മുടെ പ്രാദേശിക തലത്തിൽ കൂടുന്ന ഒന്നാണ് ഈ ജാതി പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈഴവർക്ക് ഈഴവരുടേതായിട്ടുള്ള രീതിയിൽ പഞ്ചായത്തുണ്ട്, നായർ സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പഞ്ചായത്തുണ്ട്. അപ്പോൾ ആ ജാതിയിൽപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി പ്രാദേശിക തലത്തിൽ സമ്മേളിക്കുന്നതിനെ നമ്മൾ ജാതി പഞ്ചായത്ത് എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം എന്താണ് സാമൂഹിക അസമത്വം. സാമൂഹിക അസമത്വം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളടുത്ത്, അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളടുത്ത് നമ്മൾ കാണിക്കുന്ന വേർതിരിവ്, സമൂഹം കാണിക്കുന്ന വേർതിരിവ്, നമ്മളല്ല, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളടുത്ത് നമ്മൾ അവരുടെ നിറത്തിൻ്റെ പേരിലും അവരുടെ സേവനത്തിൻ്റെ പേരിലും അവരുടെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വേർതിരിച്ച് കാണുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് സാമൂഹിക ശ്രേണീകരണം. ശ്രേണീകരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, സമൂഹത്തിലുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും ലിംഗത്തിൻ്റെയും തൊഴിലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണുന്നത്. ഇപ്പം അംബാനിയെ പോലെയാണോ നിങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നത്? അല്ല, എൻ്റെ ഡിഫറെൻ്റ് അല്ലേ? അങ്ങനെ സമൂഹത്തിലുള്ള ആളുകളെ വേർതിരിച്ച് കാണുന്ന ഒരു പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറയുന്നു? സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളത് എന്താണ് കാസ്റ്റ്. കാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ജാതി എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു വർഗത്തിലായിരിക്കും ജനിക്കുന്നത്, ആ വർഗമാണ് ആ വ്യക്തിയുടെ ജാതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ജനിക്കുന്നത് ഒരു നായർ കുലത്തിലാണെങ്കിൽ ഞാൻ ഒരു നായരാണ്. മനസ്സിലായോ? എൻ്റെ മുമ്പോട്ടുള്ള ജീവിതം എല്ലാം നിർണ്ണയിക്കുന്നതും ആ ഒരു ജാതി തന്നെയായിരിക്കും. എൻ്റെ വിവാഹമായാലും ശരി, എൻ്റെ തൊഴിലായാലും ശരി, എൻ്റെ മതപരമായിട്ടുള്ള താല്പര്യങ്ങളായാലും ശരി, എല്ലാം നിയന്ത്രിക്കുന്നതും ആ ഒരു ജാതി തന്നെയായിരിക്കും. ഇതിനെ നമ്മൾ ജാതി എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ജാതികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഓരോ കാസ്റ്റ് പഞ്ചായത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവഴി നമ്മുടെ അവകാശങ്ങൾ നിയന്ത്രിക്കാനായിട്ടും നമുക്ക് സമൂഹത്തിലൊരു ഐക്യത രൂപീകരിക്കാനായിട്ടും സമൂഹത്തിൽ നമ്മുടെ നില നിർവഹിക്കാനായിട്ടും എന്ത് സഹായിക്കുന്നു? നമ്മുടെ കാസ്റ്റ് സഹായിക്കുന്നു. പക്ഷേ ഇതിന് കുറേ ദോഷവശങ്ങളുണ്ട്. നമുക്കറിയാം എന്തിലും കുറേ ദോഷവശങ്ങൾ കാണും. എന്താണ് അതിൻ്റെ ദോഷവശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് സ്ത്രീകളുടെ പദവി ക്ഷയിക്കുന്നത് ഈ ഒരു കാസ്റ്റ് എന്നുള്ള ഒന്നിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്നതും ഈ കാസ്റ്റാണ്. നമ്മുടെ ആളുകൾക്കിടയിൽ ജാതിചിന്ത, ദേശീയബോധം തുടങ്ങിയ ഐറ്റംസൊക്കെ വളരുന്നതും എന്ത് വഴിയാണ്? ഈ ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ്. അതേപോലെ തന്നെ സമൂഹത്തിൽ ചില കാസ്റ്റുകൾക്കിടയിൽ ഭയങ്കരമായിട്ട് സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇത്രയും പ്രത്യേകതകളാണ് ഒരു കാസ്റ്റിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അടുത്ത് നോക്കാനായിട്ടുള്ളത് എന്താണ് ഇപ്പം വർഗം. വർഗം എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തിലെ പദവിനെ നമ്മൾ വർഗം എന്ന് പറയും. നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ് പദവി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം ചില ആളുകൾ ജനിക്കുന്നത് എന്തായിട്ടായിരിക്കും? വളരെയധികം ദരിദ്രരായിട്ടായിരിക്കും. പക്ഷേ അയാൾ അവരുടെ അധ്വാന ഫലം കൊണ്ട് ചിലപ്പോൾ ലോകം തന്നെ കീഴടക്കും. ഓക്കെ, അതിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറയുന്നു? പദവി എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒന്നിനെ നമ്മൾ പദവി എന്ന് പറയുന്നത്. ഈ പദവി എന്ന് പറയുന്നത് ആളുകളുടെ ജീവിത രീതി ആസ്പദമായിട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ബില്യണറൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. മാത്രമല്ല ഇതൊരിക്കലും നമുക്ക് ജന്മനാൽ കിട്ടുന്ന ഒന്നല്ല. അതേപോലെ തന്നെ ഇവർക്കിടയിൽ മതവികാരത്തിനോ അതേപോലെ തന്നെ സമത്വ വികാരത്തിനോ ഒക്കെ നല്ല രീതിയിൽ പ്രാധാന്യമുള്ളതാണ്. കാരണം ഒരു വ്യക്തി സ്വയമേ ആർജിച്ചെടുക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർഗം എന്ന് പറയുന്നത്. ഇനി വർഗവും ജാതിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. വർഗവും ജാതിയും തമ്മിലുള്ള ഡിഫറൻസിലേക്ക് പോയി കഴിഞ്ഞാൽ, ജാതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജന്മനാൽ കിട്ടുന്ന ഒന്നാണ്. വർഗം അങ്ങനെയല്ല, അയാൾ നേടിയെടുക്കുന്ന ഒന്നാണ്. ജാതി എപ്പോഴും ഒരു അടഞ്ഞ വ്യവസ്ഥയായിരിക്കും. വർഗം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, തുറന്ന വ്യവസ്ഥയായിരിക്കും. ജാതിയിലുള്ള ആളുകളുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ആ ജാതിയിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. പക്ഷേ വർഗം അങ്ങനെയല്ല. വർഗം ഏത് രീതിയും വേണമെങ്കിലും കല്യാണം കഴിക്കും. അവർക്കൊരു യാതൊരു തരത്തിലുള്ള നിയന്ത്രണമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വർഗത്തിലുള്ള ആളുകൾ അവരവരുടെ അധ്വാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഉയർന്നു വന്ന ആളുകളാണ് നമ്മുടെ
വർഗ്ഗത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഡിഫറൻസ് ആണ് ജാതിയും വർഗ്ഗവും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് പഠിച്ചു വെച്ചേക്കാം, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ജാതിയും വർഗ്ഗവും എന്ന് പറയുന്ന ഏരിയ. അടുത്ത ഒരു ഏരിയ ആണ് എന്താണ് പദവി. പദവി എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ സമൂഹത്തിൽ വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒന്നിനെ നമ്മൾ പദവി എന്ന് പറയും. അത് അയാളുടെ പെരുമാറ്റ രീതിയൊക്കെ അടിസ്ഥാനമായിട്ടിരിക്കും. കാരണം ഒരു കള്ളുകുടിയന് കൊടുക്കുന്ന പദവിയാണ് ഒരു ബില്യനർക്ക് കൊടുക്കുന്നത് അല്ല. പിന്നെ വെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആസ്തി, നമ്മുടെ ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങൾ, സ്വർണം, പണയം, വാഹനം തുടങ്ങിയ ഐറ്റംസിൻ്റെയൊക്കെ ആകെ തുകയാണ് നമ്മുടെ ആസ്തി അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത്. പിന്നെ ശക്തി എന്ന് വെച്ചാൽ ഒന്നുമില്ല, സമൂഹത്തിലുള്ള ബാക്കിയുള്ള ആളുകളെ നമ്മൾ എന്താണ് നമ്മളുടെ പവർ കൊണ്ട് സ്വാധീനിക്കാൻ സാധിക്കുന്നു എങ്കിൽ നമ്മൾ അതിനെ ശക്തി അല്ലെങ്കിൽ ആധിപത്യം എന്നൊക്കെ പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്തുനിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് എന്താണ് ജാതി, എന്താണ് വർഗ്ഗം തമ്മിലെ ഡിഫറൻസ് പഠിച്ചു വെച്ചേക്കുക, സാമൂഹിക അസമത്വം എന്തോന്നാണെന്ന് പഠിച്ചു വെച്ചേക്കുക, സാമൂഹിക ശ്രേണി എന്തോന്നാണെന്ന് പഠിച്ചു വച്ചേക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് കാസ്റ്റും വർഗ്ഗവും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ശക്തി, വെൽത്ത്, പവർ, ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്തുനിന്ന് പഠിക്കാനായിട്ടുള്ളൂ.